പിന്നെ അടുത്തത് നമ്മുടെ ഹിന്ദി സംസാര ഭാഷയിൽ ട്രെയിൻ യാത്രയോടൊപ്പം നമ്മൾ ഭാഷ പഠിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ടിക്കറ്റിൻ്റെ കാര്യം സംസാരിച്ച ശേഷം പേര് ഉറപ്പുവരുത്താൻ വേണ്ടി അദ്ദേഹം ചോദിക്കും. നാം ക്യാ ഹേ ആപ്ക, പേര് ചോദിക്കും. 2-3 രീതി ചോദിക്കും. നാം, ആപ്ക നാം, അത്ര ചോദിക്കും. നാം ക്യാ ഹേ ആപ്ക. നമ്മളിപ്പോൾ സ്കൂളിലൊക്കെ പഠിച്ച തുമാര നാം ക്യാ ഹേ അങ്ങനെയൊന്നും ആരും പറയൂല. അങ്ങനെ പറയരുത്. ബഹുമാനവും ആദരവുമുള്ളവരോട് ആപ്പ് ചേർത്താണ് പറയുക. കാരണം പേര് ചോദിക്കുമ്പോൾ തന്നെ ഒരു അകൽച്ച, അതായത് ഒരു അന്യത്വം, ഒരു പരിചയക്കുറവില്ലേ, അവരെ നമ്മൾ ബഹുമാനിക്കണ്ടേ. ഓക്കെ, അപ്പം എന്താണ്, താങ്കളുടെ പേരെന്താണ്? ക്യാ നാമേ ആപ്ക. ഇനി നിങ്ങൾക്ക് TTRോടും ചോദിക്കാലോ. നാം ക്യാ ഹേ ആപ്ക, നാം ക്യാ ഹേ സർ ആപ്ക, നാം ക്യാ ഹേ സർ ആപ്ക. സാർ താങ്കളുടെ പേരെന്താ സാറേ? അങ്ങോട്ടും ചോദിക്കാം. അദ്ദേഹം ഇങ്ങോട്ടും അങ്ങനെ തന്നെ ചോദിക്കാം. ജി ജനാബ് നാം ക്യാ ഹേ ആപ്ക. ഓക്കെ, നാം ക്യാ ഹേ ആപ്ക. നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നൊരു ഹിന്ദിക്കാരനോട് ചോദിക്കാം. നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെ പറയാൻ പറ്റിയൊരു വേർഡാണ് നാം ക്യാ ഹേ ആപ്ക, ക്യാ നാമേ ആപ്ക. അത് ലേഡീസിനോടും ജെൻസിനോടും ഒരുപോലെയാണ് ചോദിക്കേണ്ടത്. അങ്ങനെ അത് മാറ്റല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു എൻ്റെ പേര് ജോൺ എന്നാണ്. അവിടെ 2 രീതി പറയാം. മേര നാം ജോൺ ഹേ എന്ന് പറയാം. മേര നാം ജോൺ ഹേ. അതല്ലെങ്കിൽ മേ ജോൺ ഹൂ, രണ്ടും പറയാം. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് മേ എന്നതാണ് നിങ്ങൾ ഉപയോഗിക്കുന്നെങ്കിൽ അവിടെ ഹൂ എന്നും, അതേപോലെ തന്നെ മേ എന്നല്ല, ഒരു പേര് ഒരു വസ്തുവാണ് പറയണമെങ്കിൽ ഹേ എന്നും പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പം മേര നാം ജോൺ ഹൂം അത് തെറ്റാണ്. മേ ജോൺ ഹൂം കറക്റ്റാണ്. മേര നാം ജോൺ ഹേ. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പം എൻ്റെ പേര് ഇന്നതാണ്. ഓക്കെ, അപ്പം എന്ത് പറഞ്ഞു? നമ്മൾ ആ പേര് ചോദിച്ച് പേര് പറഞ്ഞു കൊടുത്തു. ഇനി അടുത്ത ചോദ്യം, നിങ്ങളുടെ കൂടെ മറ്റാരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ കൂടെ, താങ്കളുടെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഔർ ആപ്കാ സാത്ത് കോയി ഹേ. അതല്ലെങ്കിൽ നോക്കൂ, നിങ്ങളുടെ കൂടെ ആപ്കെ സാത്ത്, കെ സാത്ത് എന്ന് പറയുന്നത് കൂടെ എന്നാണ്. അപ്പം അവിടെ ആപ്പ് താങ്കൾ, ആപ്കെ സാത്ത് താങ്കളുടെ കൂടെ, ഔർ വേറെ, ഔർ നമ്മുടെ കാണുന്നുണ്ടോ? ഔർ കോയി ഹേ, കൊയ് അല്ല കേട്ടോ, കൊയ് എന്ന് പറഞ്ഞാൽ വേറെ ആരെങ്കിലും എന്നാ. കൊയിനെയെ ആരുമില്ല, കൊയ് ഹേ. കോൻ എന്ന് പറഞ്ഞ ഒരാൾ, കോൻ, ഇതാരാ കോൻ, അതിൽ നിന്നാണ് കൊയ് എന്ന് കൂട്ടിയാൽ മതി. ഓക്കെ, താങ്കളുടെ കൂടെ ആരെങ്കിലും ഉണ്ടോ? ആപ്ക സാത്ത് കോയി ഹേ എന്ന് പറയും. വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് പറയാനാണ് ഔർ കോയി, ഔർ കോയി. നമ്മൾ കുച്ച് എന്ന് പറയാറുണ്ട്. കുച്ച് ആണ് ഏതെങ്കിലും. ഔർ കുച്ച് വേറെ എന്തെങ്കിലും, അതാണ് ഔർ കുച്ച്. വേറെ ആരെങ്കിലും ഔർ കോയി. ഓക്കെ, ഇങ്ങനെ പറയാം. ക്ലിയർ ആണോ? അപ്പൊ ആപ്കെ സാത്ത്, ആപ്കെ സാത്ത് ഔർ കോയി ഹേ. താങ്കളുടെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ? ആപ്കെ സാത്ത്. അപ്പൊ നിങ്ങൾ പറയും ഇല്ല, അതെ, അല്ലെങ്കിൽ ഉണ്ട് എന്ന് പറയാൻ അദ്ദേഹം. അതെ, എൻ്റെ കൂടെ എൻ്റെ കുടുംബവും ഉണ്ട്, എൻ്റെ കൂടെ എൻ്റെ കുടുംബവും ഉണ്ട്. എങ്ങനെ പറയണം? ജി ഹാ. ഞാൻ പറഞ്ഞു അതെ സർ എന്ന് പറയാൻ ജി ഹാ. മലയാളത്തിലില്ല അതേന്നേ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ ഹിന്ദിക്കാർ ആ ഒരു ബഹുമാനത്തിൽ മാത്രമേ മറുപടി പറയുള്ളൂ. ജി ഹാ മേരെ സാത്ത് മേരി ഫാമിലി ഹേ, അല്ല മേരി പരിവാർ ഹേ, മേരി പരിവാർ ഹേ. അതാ ജി ഹാ മേരി സാത്ത് മേരി ഫാമിലി ഹേ. ക്ലിയർ ആണോ? മേരി ഫാമിലി, എൻ്റെ കുടുംബം ഉണ്ട് എന്നാണ്. ഓക്കെ, ഇനി അടുത്തെന്താ ചോദിക്കുന്നത് നോക്കി നമുക്ക് ഇതിൻ്റെ ബാക്കി മറുപടി അടുത്ത എപ്പിസോഡിൽ പഠിക്കാം. ധന്യവാദം.